പക്ഷേ നമ്മളെ കേരള സംസ്കാരത്തിൽ ഇതൊരു ഇന്നലെ തൊട്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ബിഗ് ബോസിലെ കണ്ടന്റ് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഞാനിതിൻ്റെ ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് പേഴ്സണലി ഒരു ലോങ് വീഡിയോയിൽ പറയണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വീഡിയോ ഫുള്ളൊന്ന് കാണാം. ജിസൽ, വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവരുടെയും അവകാശം തന്നെയാണ്. പക്ഷേ നമ്മളെ കേരള സംസ്കാരത്തിൽ ഇതൊരു അരോചകമായിട്ട് തോന്നുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് ഒന്ന് ജിസൽ, ഇതാണ് സംഭവം. ജിസൽ എന്ന് പറയുന്ന ആളുടെ വസ്ത്രധാരണമാണ് ഇപ്പോൾ കറൻ്റ്ലി ഇവിടെ വിഷയമായിട്ടുള്ളത്. അപ്പം ആദ്യം തന്നെ ജിസൽ എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ ആളുടെ കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ ആഡ് ചെയ്തു പോവാം. ആൾ ബേസിക്കലി ഒരു ഇൻഫ്ലുവൻസറാണ്, ഒരു മോഡലാണ്. മോഡലിംഗ് തന്നെ അത്യാവശ്യം എക്സ്പോസ്ഡ് ആയിട്ടുള്ള മോഡലിംഗ് ചെയ്യുന്നൊരു ആളാണ്. അപ്പം അവരുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടേ അറിയാം. അവർ ഈ ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സിങ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ധരിക്കുന്നത്. അവർക്ക് അതിനൊന്നും ഒരു മടിയുള്ള കാറ്റഗറി ഓഫ് ആൾക്കാരല്ല. അപ്പം ഞാൻ പറയട്ടെ, ഇവർ ഓൾറെഡി ഹിന്ദി ബിഗ് ബോസിൽ പോയിട്ടാണ് ഇപ്പോൾ കറൻ്റ്ലി മലയാളം ബിഗ് ബോസിലോട്ട് വരുന്നത്. ഹിന്ദി ബിഗ് ബോസിൽ എന്തോ ലവ് സ്ട്രാറ്റജിയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടു, അതുകൂടെ കിടക്കട്ടെ. ഇവിടെ വന്നൊരു വിഷയം അവരുടെ ഡ്രസ്സിങ്ങാണ്. ഇവിടെ കുറേ ആൾക്കാർ ചിലപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ഇവർ കരുതും ഞാൻ തന്ത വൈബായിട്ടും തള്ള വൈബായിട്ടും അല്ലേ ഈ പറയുന്ന ഇവള് എന്തൊക്കെ വസ്ത്രങ്ങൾ ഇടുന്നുണ്ട്. ഈ കമൻസൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഞാൻ പറയുന്നതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കമൻറ്റുകളാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ വീഡിയോൻ്റെ താഴെ വരുന്നത്. പറഞ്ഞോ, നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന അത്രയും കാലം പറഞ്ഞോ, ഇതൊന്നും ഫൈൻ, ഞാനതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്കായി ആ സ്പേസ് ഞാൻ തരുന്നു. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ആദ്യം തന്നെ ജിസൽ എന്ന് പറയുന്നൊരു വ്യക്തിനെ ആ ഷോയിലോട്ട് വിളിക്കുന്ന സമയത്ത് ആ ഷോയിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ജിസൽ ഈ തരത്തിലുള്ള വസ്ത്രമേ ധരിക്കൂ എന്നുള്ളത്. കാരണം അവരങ്ങനെയാണ്. അവരുടെ ഒരു പ്രൊഫൈലോ അവരുടെ ഫീഡ്സോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് 100% മനസ്സിലാവും അവർ അങ്ങനെ ധരിക്കൂ എന്നുള്ളത്. പുള്ളിക്കാർക്ക് മലയാളം പ്രോപ്പറായിട്ട് അറിയില്ല. അച്ഛനും അമ്മയും മലയാളിയാണെങ്കിലും ആൾ വളർന്നതും ആളുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ വേറെ തന്നെയാണ്. അപ്പോൾ അവർക്കിത് വളരെ കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. അവർക്ക് ഇതിലൊരു കംഫോർട്ട് കുറവൊന്നും അവർക്ക് തോന്നുന്നില്ല. മേ ബി ഇവരുടെ കൂടെയുള്ള സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഇവരുടെ ചുറ്റുമുള്ള ആൾക്കാരും ഇവർ ഇടപെടുന്ന ആൾക്കാരും ഒക്കെ ഈ ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സിങ് സ്റ്റൈലിലുള്ള ആൾക്കാരാവുമ്പം അവർക്ക് ഇത് ഒരു മിസ്റ്റേക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്തതൊരു തെറ്റായിട്ടോ അല്ലെങ്കിൽ ഇതൊന്നും അവർക്ക് തോന്നില്ല. അപ്പോൾ ഈ പെർട്ടിക്കുലർ വുമണിനെ കുറ്റം പറയേണ്ട ആവശ്യം ഇവിടെ പേഴ്സണലി ഇല്ല. അപ്പോൾ ആൾ ധരിക്കുന്ന വസ്ത്രം എന്താണോ അത് തന്നെയാണ് ആൾ ബിഗ് ബോസിൽ വരുമ്പോഴും ധരിക്കുന്നത്. ബിഗ് ബോസിലോട്ട് വേണ്ടി വസ്ത്രം മാറ്റണം എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടൊന്നും ഇവർക്ക് അറിയില്ല. അപ്പോൾ അതാണ് ഇവിടെ ആ കുട്ടീനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൊരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇനി രണ്ടാമത് ഇവിടെ വന്നത് കാണുന്നവർക്ക് അരാജകത്വം തോന്നുന്നു, കേരള സംസ്കാരത്തിന് ഉതകിയ ഒന്നല്ല. ഈ 3 കാര്യങ്ങളാണല്ലോ പറയാനല്ല. പിന്നെ ഈ ചേട്ടനെ കുറിച്ചും പറയണം. അപ്പോൾ ആദ്യം കേരള സംസ്കാരം, കേരളത്തിൻ്റെ ഒരു തനിതായ സംസ്കാരം അനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മളെല്ലാവരും ജീവിക്കുന്നതും തെറ്റാണ്. ഈ ഫ്രണ്ടിലിരുന്ന് വീഡിയോ റിയാക്ട് ചെയ്യുന്ന ഞാൻ ജീവിക്കുന്നത് വരെ വളരെ തെറ്റാണ്. ഈ സംസ്കാരം എന്ന് പറയുന്നത് കേരളീയമായിട്ട് ഉണ്ടെങ്കിലും ഓരോ വ്യക്തിയും അവൻ്റെ താല്പര്യത്തിനും അവൻ്റെ ഇഷ്ടത്തിനും അനുസരിച്ച് ഈ സംസ്കാരത്തെ ഇങ്ങനെ മാറ്റിയും തിരിച്ചും വളച്ചു ഒടിച്ചുമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കേരള സംസ്കാരത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഓരോ വ്യക്തിയുടെ ഇഷ്ടമാണ് അവരുടെ ഡ്രസ്സിങ്. അവർ ഏത് വസ്ത്രം ഇടണം, എവിടെ പോകുമ്പോൾ എന്ത് വസ്ത്രം ഇടണം, എങ്ങനെ ഇടണം, ഏത് രീതിയിലാക്കണം എന്നൊക്കെ ഉള്ളത് അവരുടെ ഇഷ്ടമാണ്. അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ ഇവിടെ ഒരു വ്യക്തികൾക്കും സ്വാതന്ത്ര്യമില്ല. രണ്ടാമത്തെ ഒരു സാധനം, അവർക്ക് ആ വസ്ത്രം അവിടെ കംഫോർട്ടബിൾ ആണെങ്കിൽ അവരിട്ടോട്ടെ എന്നേ നമുക്കിവിടെ പറയാൻ പറ്റും. പിന്നെ അത് ഒരാളുടെ പേഴ്സ്പെക്റ്റീവ്. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഗിസൽ ധരിക്കുന്ന പോലെ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല ബിഗ് ബോസിൽ വരുമോ എന്ന് ചോദിച്ചാൽ ഐ വിൽ ഡെഫിനറ്റ്ലി സേ നോ. അതെൻ്റെ സ്വഭാവമാണ്, എൻ്റെ ആറ്റിറ്റ്യൂഡാണ്. എല്ലാവരും ഇങ്ങനെ ആവണം എന്നൊരു അഭിപ്രായമല്ല.
എനിക്കെന്തോ കംഫോർട്ടബിൾ അല്ല ഇങ്ങനത്തെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു പ്രൊഫൈലിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചാനലിൽ വന്ന് നിൽക്കാൻ. അത് കേരള സംസ്കാരത്തിന് ഈ വസ്ത്രം എഗെയിൻസ്റ്റ് ആയതുകൊണ്ടൊന്നുമല്ല, ഞാൻ കംഫോർട്ടബിൾ അല്ല. ഞാനിപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ഫോറിൻ രാജ്യങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ഇങ്ങനത്തെ വസ്ത്രങ്ങൾ ഇടാം, ഞാൻ ഫോട്ടോസ് എടുക്കാം എന്ന് കരുതി ആ വസ്ത്രം ഇട്ടിട്ട് എൻ്റെ ഈ ലോക്കൽ ടൗണിൽ കൂടെ പോകാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോവില്ല. അതിന് കുറേ റീസൺസ് ഉണ്ടാവും, ഓരോരുത്തർക്ക് കുറേ റീസൺസ് ഉണ്ടാവും. അതൊക്കെ എൻ്റെ ഇതിൽ നിന്ന് വരുന്ന റീസൺസാണ്. ചിലപ്പോൾ ഞാനിടാത്തത് എൻ്റെ റീസണാണ്, അതിന് എനിക്ക് കുറേ കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ എന്തിനാ വെറുതെ പറയിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ ചൊറിയന്മാരുണ്ടാവുമല്ലോ പറയുമല്ലോ, ഇതൊക്കെ എൻ്റെതായ റീസൺസാണ്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ അവർ കംഫോർട്ടബിൾ ആയിരിക്കില്ല, ചില ആൾക്കാർക്ക് അവരവരുടെ ബോഡി പാർട്സ് മറ്റൊരാൾ കാണുന്നത് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ തരത്തിലുള്ളൊരു റീസൺ ഉണ്ട്. അതാണ് ഒരു ഫസ്റ്റ് തിങ് എനിക്ക് ഈ ഡ്രസ്സിനെ കുറിച്ച് എനിക്ക് പേഴ്സണൽ ഒരു ഒപ്പീനിയൻ. പിന്നെ അതൊക്കെ അവർക്ക് തോന്നേണ്ട ഒരു സാധനമാണ്. അവരാണ് തീരുമാനിക്കേണ്ടത്, അയ്യോ ഇത് മോശമാവുമല്ലോ, കേരളത്തിൽ എല്ലാവരും ഇങ്ങനത്തെ ഡ്രസ്സാണ് ഇട്ടത്, ഞാൻ മാത്രം ഇങ്ങനെ ഇട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ മോശമല്ലേ, ഞാൻ മാറ്റേണ്ടതെന്ന് അവർ തീരുമാനിക്കേണ്ട ഒരു സാധനമാണ്. പിന്നെ രണ്ടാമത്തത് കാണുന്നവർക്ക് അരാജകത്വം അല്ലേ, മൂന്നാമത്തെ ഞാൻ തോന്നുന്നു കാണുന്നവർക്ക് അരാജകത്വം. അത് കാണുന്നവൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം അവിടെ എത്രയോ പുരുഷന്മാരുണ്ട്, അതിൽ ഈ പർട്ടിക്കുലർ വ്യക്തി അല്ലാണ്ട് വേറെ ഒന്നോ രണ്ടോ ആളല്ലാണ്ട് വേറെ ആരും ഇതിനെപ്പറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈവൻ അതിലുള്ള ഒരു പെൺകുട്ടികൾ പോലും ഇന്ന് പറഞ്ഞിട്ടില്ല, ഇനി നാളെയോ മറ്റന്നാളോ കളി മുറുകുന്ന സമയത്ത് പറയുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല, പറഞ്ഞിട്ടില്ല. അപ്പം അത് കാണുന്ന ആൾക്കാരുടെ ആംഗിളാണ്. നമ്മൾ ഗെയിമായിട്ടും ആ വ്യക്തിയായിട്ടും കാണുന്നത് ഇതൊരു വിഷയമല്ല. ഇതൊരു ഹിന്ദിക്കാരി പെൺകുട്ടിയാണ്, അവൾ മോഡലാണ്, അവൾ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഡ്രസ്സാണ് ഇടുക എന്ന രീതിയിൽ നമ്മൾ മൈൻഡിൽ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മുത്തശ്ശിമാർ ഈ മുണ്ടും ബ്ലൗസും ഇട്ടിട്ടാണ് നടക്കുക. എൻ്റെ അച്ഛമ്മ മുണ്ടും ബ്ലൗസും ഇട്ടിട്ടാണ് നടക്കുക. എനിക്കതിൽ അരാജകത്വം ഒന്നും തോന്നില്ല, മുകളിലോട്ട് ഇതുപോലും ഇടലില്ല. എനിക്കതിൽ എന്ത് വൃത്തികേടാണ് തോന്നുന്നത്, എൻ്റെ അച്ഛമ്മേൻ്റെ ഡ്രസ്സ് അതാണ് എന്ന രീതിയിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എനിക്കതൊരു വിഷയമല്ല. പക്ഷെ അതിലും വൃത്തികേടുകൾ കാണാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കണ്ണിൻ്റെ പ്രശ്നം, ആ കണ്ണിനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പം അതിൽ അരാജകത്വം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് തോന്നുന്ന ആൾക്കാരുടെ പ്രശ്നമാണ്, ആ രീതിയിൽ കാണാൻ നിൽക്കണ്ട. പിന്നെ എല്ലാത്തിനെയും സെക്ഷുവലൈസ് ചെയ്യാണ്ട് നിൽക്കാൻ ശ്രമിക്കുക, എല്ലാത്തിനെയും ആ രീതിയിൽ. അതാണ് ഈ കാണുന്നവരുടെ കണ്ണിൽ അരാജകത്വം. കാണുന്നവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് വാസ് യുവർ മിസ്റ്റേക്ക്. അത് ആ രീതിയിൽ കാണണ്ട, ആ രീതിയിൽ എടുക്കണ്ട എന്നൊരു സാധനമേ ഉള്ളൂ. അപ്പം ഇതിനു മുമ്പ് എനിക്ക് ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ആ പെൺകുട്ടിയുടെ ആളും ഇതുപോലെ ചെറിയ ഷോർട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സ്വിമ്മിംഗ് പൂളിൽ ചാടിയപ്പോൾ അവർ ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, പിന്നെ ചുരിദാർ ഇട്ടിട്ടാണോ ആൾക്കാർ സ്വിമ്മിംഗ് പൂളിൽ ചാടുക ബിഗ് ബോസിൽ. അതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്, അതൊന്നും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് തിങ് ഇവിടെ പറഞ്ഞ അടുത്തൊരു സാധനമാണ് ഈ പെർട്ടിക്കുലർ ആൾ. ഇത്രയും വലിയ ഡയലോഗ് പറയുന്ന ആൾ ഇട്ട വസ്ത്രം നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, ട്രൗസറാണ്. എന്താ ഞങ്ങൾക്ക് ഈ പെൺകുട്ടികൾക്ക് ഈ കാലിൽ അരാജകത്വം തോന്നുന്നുണ്ട്, കേരള സംസ്കാരത്തിന് എഗെയിൻസ്റ്റാണ്, ചേട്ടൻ വെള്ളം മുണ്ടിട്ട് വാ എന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് വരുമോ? അതാ പറഞ്ഞത്. നമ്മളും ഇപ്പം ഞാൻ ആ വീഡിയോ ഇട്ട സമയം തന്നെ, അതിൻ്റെ ഷോർട്സ് ഇട്ട സമയം തന്നെ എൻ്റെ താഴെ വന്ന കമൻറ്റാണ്, ഇവനിട്ട് എന്താ ട്രൗസർ അല്ലേ, ഈ ട്രൗസർ ഇട്ടിട്ടാണ് ഇവൻ ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ നിൽക്കുന്നത് എന്നൊരു സാധനം ഞാൻ കണ്ടിരുന്നു എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മളൊന്ന് നോക്കുക, അതിന് ശേഷം മാത്രം നമ്മൾ മറ്റപ്പുറത്തുള്ളവനെ ചൊറിയാൻ പോകുക. ഇത് നിങ്ങൾ ഈ ചെയ്യേണ്ടതും കാട്ടിക്കൂട്ടേണ്ടതുമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഞാനൊന്നും അറിയില്ല രാമനാരായണ എന്ന് പറഞ്ഞ് ഓപ്പോസിറ്റുള്ള വ്യക്തിനെ കുറ്റം പറയരുത്. ഒരു കാര്യത്തിന് നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ നമ്മളതിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം, നമ്മൾ പെർഫെക്റ്റ് ആവാണ്ട് പറയാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എനിക്ക് അങ്ങനെ ഒരു മൈൻഡാണ് വന്നത്. ആ ഒരു സെൻറ്റൻസ് കേട്ട സമയത്ത് എനിക്ക് ഇത്ര മൈൻഡാണ് വന്നത്. പിന്നെ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം പ്രായവ്യത്യാസമില്ലാണ്ട് അമ്മമാരും അച്ഛന്മാരും കുട്ടികളും എന്താ പറയുക എല്ലാ കുടുംബം ഒട്ടാകെ ഇരുന്ന് കാണുന്ന ഒരു പരിപാടിയാണ്. അപ്പം അതിൽ കൂടെ ഒരു ബാഡ് മെസ്സേജ് കൺവേ ചെയ്യുന്നു എന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. ഞാൻ അറിയുന്നത് കുറച്ചും കൂടി ഇതൊന്ന് മാറണം. അപ്പോൾ നിങ്ങൾ ഫോറിൻ രാജ്യങ്ങളിൽ പോയി നോക്കുക, അവിടെയുള്ള എല്ലാവരും എക്സ്പോസ്ഡ് ഡ്രസ്സാണ് ഇട്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പുരുഷന്മാർക്ക് ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഈ നോക്കാനോ കയറി പിടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് തോണ്ടാനോ തോന്നില്ല. പക്ഷെ നമ്മൾ കേരളത്തിൽ കൂടെ സാധാരണ ഒരു ജീൻസും ഒരു ചെറിയ ക്രോപ്പ് ടോപ്പും ഇട്ട് പോവുകയാണെങ്കിൽ തന്നെ കുറേ ആൾക്കാർ ഭയങ്കര സെക്ഷുവലൈസ് ചെയ്ത രീതിയിൽ നോക്കും. പറ്റുകയാണെങ്കിൽ അവൻ ബാക്ക് കൂടെ ഒരു തട്ടൊന്നും തട്ടിയിട്ട് അവൻ ആ വഴിക്ക് പോകും.
കാരണം ഇവർക്കൊക്കെ ഈ കാണാത്ത സാധനങ്ങൾ കാണുമ്പോൾ എന്തോ ഒരു ആക്രാന്തം കളിയാണ്. ഇതൊരു കോമൺ ആയിട്ടുണ്ടെങ്കിൽ തന്നെ കുറേ ഇവരുടെ ഈ ആറ്റിറ്റ്യൂഡിലും സ്വഭാവത്തിലും ഒക്കെ ഒരു മാറ്റം വരും. അപ്പം അവരുടെ വസ്ത്രമല്ലേ, അവരുടെ ഇഷ്ടമല്ലേ, ധരിക്കട്ടേടോ. എന്തൊക്കെ വേറെ പ്രശ്നങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്, അതിലോട്ടൊക്കെ ഒന്ന് ഫോക്കസ് പോകും. ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. വീണ്ടും പറയാം, ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഈ മീഡിയയിൽ പോയി ഇങ്ങനൊരു വസ്ത്രം ഇടാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കംഫർട്ടബിൾ അല്ല. ഇടേണ്ടവർക്കിടാം, അവരുടെ ഇഷ്ടം, അതിൽ ഞാൻ ഇടപെടില്ല. എനിക്കിത് കാണുമ്പോൾ ഒരു അരാജകത്വം രീതിയിലൊന്നും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഇനി നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് താഴെ